വടക്കേ ആഫ്രിക്കൻ തീരത്തുള്ള സ്പാനിഷ് സ്വയംഭരണ നഗരമായ സെവൂട്ടയിലേക്ക് അതിർത്തി കടന്നെത്തിയ കുടിയേറ്റക്കാർക്ക് നേരെ സ്പാനിഷ് സുരക്ഷാസേന ക്രൂരമായ മർദ്ദനവും പീഡനവും അഴിച്ചുവിട്ടതായി മൊറോക്കോയുടെ നാഷണൽ കൗൺസിൽ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആരോപിച്ചു. സംഭവത്തിന് പിന്നാലെ സെവൂട്ട, മെലീല എന്നീ അതിർത്തി പ്രദേശങ്ങൾക്ക് മേലുള്ള തങ്ങളുടെ ചരിത്രപരമായ അവകാശവാദം മൊറോക്കോ വീണ്ടും പരസ്യമായി ഉയർത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടെ വെറും 48 മണിക്കൂറിനുള്ളിൽ 80,000-ലധികം ആളുകളാണ് സെവൂട്ട അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചത്. തിരിച്ചയക്കപ്പെട്ട കുടിയേറ്റക്കാരിൽ നിന്ന് ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ സ്പാനിഷ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ അഴിച്ചുവിട്ടതായി CNDH കണ്ടെത്തി. സെവൂട്ടയും മെലീലയും മൊറോക്കോയുടെ ഭാഗമാണെന്ന അവകാശവാദവുമായി മൊറോക്കൻ നീതിന്യായ മന്ത്രി രംഗത്തെത്തി. എന്നാൽ ഇത് സ്പെയിൻ പൂർണ്ണമായും തള്ളി. സെവൂട്ട അതിർത്തി കടക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് സ്പെയിൻ തിരിച്ചയച്ച കുടിയേറ്റക്കാരിൽ നിന്ന് ശേഖരിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് മൊറോക്കൻ മനുഷ്യാവകാശ സമിതി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ക്യാമറകളുടെ നിരീക്ഷണ പരിധിക്ക് പുറത്തുള്ള കേന്ദ്രങ്ങളിൽ വെച്ച് സ്പാനിഷ് സുരക്ഷാ ഉദ്യോഗസ്ഥർ തങ്ങളെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കിയതായി മടങ്ങിയെത്തിയ കുടിയേറ്റക്കാർ വെളിപ്പെടുത്തി. അതിർത്തി കടന്നെത്തിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വരെ നഗരത്തിൽ അധിക്ഷേപങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായി. ഇവർക്ക് ആവശ്യമായ സംരക്ഷണമോ പരിചരണമോ ഉറപ്പാക്കുന്നതിൽ സെവൂട്ട പ്രാദേശിക ഭരണകൂടം പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും കൗൺസിൽ രൂക്ഷമായി വിമർശിച്ചു. ആയിരക്കണക്കിന് അംഗങ്ങളുള്ള വിവിധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ വഴി പ്രചരിച്ച തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങളാണ് ഇത്രയും വലിയ കുടിയേറ്റ തരംഗത്തിന് വഴിവെച്ചതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2022 23 കുടിയേറ്റക്കാരുടെ മരണത്തിനിടയാക്കിയ മെലീല അതിർത്തി ദുരന്തത്തിന് പിന്നിലും സ്പാനിഷ് അധികൃതരുടെ വീഴ്ചയാണെന്ന് ഈ സമിതി മുൻപും ആരോപിച്ചിരുന്നു. കുടിയേറ്റ വിഷയത്തിന് പിന്നാലെ സെവൂട്ടയ്ക്കും മെലീലയ്ക്കും മേലുള്ള മൊറോക്കോയുടെ ചരിത്രപരമായ അവകാശവാദം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്ന് രാജ്യത്തിന്റെ നീതിന്യായ മന്ത്രി വ്യക്തമാക്കി. ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഈ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുക എന്നതാണ് രാജ്യത്തിന്റെ ദീർഘകാല നയമെന്നും സ്പെയിനിലുള്ള പ്രായപൂർത്തിയാകാത്ത മൊറോക്കൻ കുട്ടികളെ ഉടൻ തിരിച്ചയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ മൊറോക്കോയുടെ അവകാശവാദങ്ങളെ സ്പാനിഷ് സർക്കാർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ പ്രദേശങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും മൊറോക്കോയുടെ ഭാഗമായിരുന്നില്ലെന്നാണ് സ്പെയിനിന്റെ ഔദ്യോഗിക നിലപാട്. 1497 മുതൽ മെലീലയും 1580 മുതൽ സെവൂട്ടയും തങ്ങളുടെ സമ്പൂർണ്ണ പരമാധികാരത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണെന്ന് സ്പെയിൻ ചരിത്രരേഖകൾ ഉദ്ധരിച്ച് വ്യക്തമാക്കുന്നു. കുടിയേറ്റ പ്രതിസന്ധിയും പ്രദേശങ്ങളുടെ അവകാശവാദവും മുൻനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത.